നമ്മൾ വിജയകരമായി ഒരു ബൈപോളാർ ടി ആർ പി അല്ലെങ്കിൽ ബൈപോളാർ പ്ലാസ്മ ടി ആർ പി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. രോഗി വളരെ സുഖമായിരിക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് എന്തെല്ലാം ആണ് ഒരു ബൈപോളാർ പ്ലാസ്മ ടി ആർ പിക്ക് ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്. ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രധാനമായും ബ്ലീഡിംഗ് ആണ്. പക്ഷെ നിങ്ങൾ കണ്ടു പ്ലാസ്മ ടി ആർ പി ബ്ലീഡിംഗ് വളരെ കുറവാണ് താരതമ്യേന മറ്റ് സാധാരണ ടി ആർ പികളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ നമ്മൾക്ക് മൂത്രം കൺട്രോൾ ചെയ്യുന്നതിനായി 2 വാൽവുകളാണുള്ളത്. അതിന് സ്ഫിങ്ക്റ്റേഴ്സ് എന്ന് പറയും. അതിൽ ഇന്റേണൽ യൂറത്ര സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗമാണ്. പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്യുന്നതോടുകൂടി മൂത്രത്തിന്റെ കൺട്രോള് എക്സ്റ്റേണൽ യൂറിനറി സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റിന് ശേഷം വരുന്ന വാൽവിലാണ് നമുക്ക് മൂത്രം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. കൃത്യമായ രീതിയിൽ ഓപ്പറേഷൻ ചെയ്താൽ സാധാരണഗതിയിൽ ഈ പേശികൾക്ക് അല്ലെങ്കിൽ മൂത്രം കൺട്രോൾ ചെയ്യുന്ന ഈ വാൽവുകൾക്ക് കേടുവരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ചില അപൂർവ സന്ദർഭങ്ങളിൽ ഈ പേശികൾ പ്രോസ്റ്റേറ്റിന് വളരെ അടുത്ത് കിടക്കുകയും ചിലപ്പോൾ താൽക്കാലികമായി നമുക്ക് പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്തു കഴിഞ്ഞാൽ മൂത്രം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് കുറച്ച് കാലത്തേക്ക് അനുഭവപ്പെടാം. 3-4 മാസത്തിന് ശേഷം അത് ഇംപ്രൂവ് ചെയ്യുന്നതുമാണ്. താരതമ്യേന ഏറ്റവും ലേറ്റസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ബൈപോളാർ പ്ലാസ്മ ടി ആർ പി പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, പ്രോസ്റ്റേറ്റ് ഓപ്പറേഷന് ശേഷം നമുക്ക് സ്ഖലനം ഉണ്ടാവുകയില്ല. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂത്രസഞ്ചിയുടെ വായ തുറക്കുകയും ബീജം പുറകിലോട്ട് പോയി അത് പുറത്തു വരാത്ത ഒരവസ്ഥ പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാ രോഗികൾക്കും അനുഭവപ്പെടുന്നതാണ്. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം നമ്മളൊരു പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻ മുന്നോട്ട് പോകാനായിട്ട്. തീർച്ചയായും ഏറ്റവും നല്ല ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് ഏറ്റവും നല്ലൊരു സെൻറ്ററിൽ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾക്ക് സുഖമായി പ്രോസ്റ്റേറ്റ് ഓപ്പറേഷന് ശേഷം വീട്ടിലേക്ക് പോകാവുന്നതാണ്. താങ്ക് യു.